ഹലോ മക്കളെ, അങ്ങനെ 10th CBSE ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ്. നിങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടപ്പം എല്ലാവരും എന്നോട് കൂടുതലായിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സാറേ, +1 ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുക? കരിയർ ഗൈഡൻസിനെ പറ്റി എന്തെങ്കിലും ഒരു അവയർനെസ് തരുമോ എന്നുള്ള കാര്യത്തിനൊക്കെ പറ്റിക്കണം. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ട ജോലി ഏതാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് കേവലം നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സാലറി ആ ഒരു കൺസേൺ മാത്രം വെച്ചിട്ടാവരുത് നിങ്ങൾ ജോലി ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 8 മണിക്കൂറോളം ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണ്, ആ ഒരു തോട്ടിൽ നിന്ന് വേണം നിങ്ങൾ കൃത്യമായിട്ട് ജോലി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാലറി അവിടെ വിഷയം തന്നെയാണ്, അതൊരു ഫാക്ടർ കൂടെയാണ്. പക്ഷെ അതൊരു ഫാക്ടർ മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ടുള്ളൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് ആ ജോലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രീം വേണം നിങ്ങൾ +1 ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ +1 സയൻസ് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ സയൻസ് ചൂസ് ചെയ്യണം. നിങ്ങൾക്കൊരു CA കാരനാവാനാണ് ആഗ്രഹമെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ജോലിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ സ്ട്രീം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ചൂസ് ചെയ്ത സ്ട്രീം സയൻസ് ആണെന്ന് വിചാരിക്കുക. സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിൽ പലരും 10th കഴിഞ്ഞ് +1 എത്തുന്ന സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊരു വലിയ കുട്ടികളായി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പാരൻസിനും അവർ കുറച്ച് വലുതായി എന്നുള്ളൊരു തോട്ട് അവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ പൊതുവേ ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരൻസ് ഒന്ന് 10th കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫുൾ A+ ഒക്കെ കിട്ടി, അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടി. അപ്പോൾ ഇനി പാരൻസ് ഒന്ന് എന്ത് ചെയ്യും, അവരൊന്ന് ലൂസാക്കും, അവരൊന്ന് നിങ്ങളെ മേലുള്ള കൺട്രോൾ ഒന്ന് കുറയ്ക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറച്ച് വലിയ ആൾക്കാരായി 10th കഷ്ടപ്പെട്ട് പഠിച്ച് ഇനിയിപ്പോൾ +1 കുറച്ച് ചുമ്മാ നടക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഉഴപ്പാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നിങ്ങളത് ചെയ്യാതിരിക്കാം. ഒരു കാരണവശാലും മക്കളത് ചെയ്യാതിരിക്കാം. കാരണം +1 എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടിന്യൂഷനാണ് +2 വരുന്ന ചാപ്റ്റേഴ്സ്. +1 നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, +2 നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തലകുത്തി നിന്ന് പഠിച്ചാലും +2 നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ +1 എന്ന് പറയുന്നത് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിക് ഇയർ അല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ 10th എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട അക്കാദമിക് ഇയർ ആണ് +1 എന്ന് പറയുന്നത്. അതോടൊപ്പം ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ചേഞ്ചാണ് സിലബസിലുള്ള ചേഞ്ച്. 10th CBSE നിന്ന് +1 എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സിലബസ് ടഫായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് മാക്സിമം എല്ലാ പോയിന്റ്സും, എല്ലാ കൺസെപ്റ്റ്സും, എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം കാര്യമാണ്. അത് പിന്നെ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം 10th CBSE നിങ്ങളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. NCERT മുഴുവനായിട്ട് പഠിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം കാര്യം എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് +1 കടക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് CBSE ബോർഡിൽ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള, CBSE +1 ബോർഡ് എക്സാമിനേഷൻ ഇല്ല, പക്ഷേ സ്കൂൾ വൈസ് നടത്തിയിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തിട്ട് CBSEയുടെ എക്സാമിനേഷൻ അത്യാവശ്യം നല്ല ടഫ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ എന്നൊരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ NCERTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോകും. അതിന് പുറത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ആ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല ഷൈ ആണെന്ന് എനിക്കറിയാം. ടീച്ചേഴ്സിനോട് ഒരു ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യോ, ടീച്ചർ എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ട് കുളിച്ച് മാറ്റി സ്കൂളിലേക്ക് പോകുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മിണ്ടാതെ അവിടെ ഇരിക്കാനാണോ? നിങ്ങൾ എന്തിനാണ് പോകുന്നത്? പഠിക്കാനല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ടീച്ചർ
പഠിക്കുന്ന ടോപ്പിക്കിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അത് നിങ്ങൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക. അത് നിങ്ങൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ അങ്ങനെ അല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കാണ് പ്രശ്നമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എങ്ങനെ ഒരു ആൻസർ പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്യണം. ജസ്റ്റ് കുറേ കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ആൻസർ പേപ്പർ നോക്കുമ്പോൾ പല കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കുമ്പോൾ കാര്യം കേട്ടോ, അവരുടെ ആൻസർ ഷീറ്റ് ഫൈനൽ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ 5 മാർക്കിൻ്റെ ക്വസ്റ്റിന് ചിലപ്പോൾ 2 സ്റ്റെപ്പോ 3 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. മാർക്കിനനുസരിച്ച് പ്രോപ്പറായിട്ട് വൃത്തിക്ക് എങ്ങനെ ഒരു ആൻസർ ഷീറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതാണ് അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അഡിക്റ്റഡ് ആയിട്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു സിനാരിയോയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടോപ്പിക്സ് ഒക്കെ പെൻഡിങ് ആവും. നിങ്ങളിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് നാളെ പഠിക്കാമെന്ന് മാറ്റി വെച്ച് അവസാനം നിങ്ങൾക്ക് പഠിച്ചാൽ തീരാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് എന്തായാലും ഇക്കൊല്ലം പോയി, നമ്മൾ അവസാനം പഠിക്കുകയില്ല. അതാണ് ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെ കൂട്ടി വെച്ച് പോകും. കൂട്ടി വെച്ച് ഈ ഹൈറ്റിലാകുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് നടക്കുന്ന കാര്യമല്ല, ഡ്രോപ്പ് ചെയ്യും. അതായത് ആദ്യവും പഠിച്ചില്ല, അവസാനവും പഠിച്ചില്ല. ഇങ്ങനൊരു സിറ്റുവേഷനായി പോകും. അവസാനം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ലെവലിൽ സിലബസ് നിൽക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റൂല. നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ വേണ്ടേ പഠിക്കാൻ. നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പലരും പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എന്താ പറയുക, സംഭവം നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അന്നെടുത്തത് അന്നു തന്നെ പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അത്രമേൽ സ്ട്രെസ്സ് കുറയും, ഭീകരമായിട്ട് മനസമാധാനം ഉണ്ടാവും. അതെൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു പോയതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിനേഷൻ്റെ സമയം വരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച്. അല്ലാതെ അങ്ങോട്ട് പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് മനസമാധാനം ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭീകരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് +1 കടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ആൻഡ് സയൻസ് സ്ട്രീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കാൻ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ഉണ്ടാവും. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണോ അസ്ത്ര CBSE ബാച്ചിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മൾ അഗ്നി ബാച്ചിൽ പഠിച്ചിട്ട് +1 ഏത് എക്സാമിനേഷനിലും മുഴുവൻ മാർക്കും നേടിയെടുക്കുന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക.